അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇനി നമുക്ക് സൂറത്തുൽ അൻആമിലെ 90-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أولئك الذين هدى الله فبهداه مقتده قل لا أسألكم عليه أجرا إن هو إلا ذكرى للعالمين. ഉലൈക അല്ലദീന ഹദല്ലാഹ്. ഉലൈക അവർ, അല്ലദീന ഒരു വിഭാഗമാകുന്നു, ഹദല്ലാഹ് അള്ളാഹു ഹിദായത്തു നൽകിയ, അള്ളാഹു വഴി കാണിച്ചു കൊടുത്ത ഒരു വിഭാഗമാകുന്നു അവർ. ഫബിഹുദാഹും അവരുടെ വഴി കൊണ്ട് ഖുതദി താങ്കളും പിന്തുടരുക. ഖുൽ പ്രഖ്യാപിക്കുക, ലാ അസ്അലുക്കും അലൈഹി അതിന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അജ്റൻ പ്രതിഫലം, ഒരു തരത്തിലുള്ള പ്രതിഫലവും. ഇൻഹുവ ഇല്ലാ ദിക്റ, ഇൻഹുവ ഇതല്ല, ഇല്ലാ ദിക്റ ഒരു അനുസ്മരണമല്ലാതെ, അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം, ഒരു ഉത്ബോധനമല്ലാതെ ഒന്നുമല്ല. ലിൽ ആലമീൻ ലോകർക്ക് ഒന്നുകൂടെ അർത്ഥം പറയാം. ഉലൈക അല്ലദീന ഹദല്ലാഹ് അവരാകുന്നു അല്ലാഹു നേർമാർഗത്തിലാക്കിയവർ. ഫബിഹുദാഹു മുഖ്തദി താങ്കൾ അവരുടെ നേർമാർഗത്തെ പിൻപറ്റുക, അല്ലെങ്കിൽ മാതൃകയാക്കുക. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, ഖുൽ താങ്കൾ പറയുക, ലാ അസ്അലുക്കും അലൈഹി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി ഈ ദൗത്യ നിർവഹണത്തിന്, അജ്റൻ ഒരു പ്രതിഫലവും. ഇൻഹുവ ഇതല്ല, ഇല്ലാ ദിക്റ ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു ബോധവൽക്കരണം, അതല്ലെങ്കിൽ ഒരു ഉത്ബോധനം അല്ലാതെ മറ്റൊന്നുമല്ല. ഇൻഹുവ ഇല്ലാ ദിക്റ ലിൽ ആലമീൻ ലോകർക്ക് ഒരു ഉത്ബോധനമല്ലാതെ, ഒരു അനുസ്മരണമല്ലാതെ ഒന്നുമല്ല. ഈ ഉലൈക കഴിഞ്ഞ സൂക്തം തുടങ്ങിയത് അങ്ങനെ തന്നെ. ഉലൈക അല്ലദീന ആതൈനാഹുമുൽ കിതാബ് അവർ, ആരാണ് ഈ അവർ? പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ പലരുടെയും പിതാക്കൾ, പലരുടെയും മക്കൾ, പലരുടെയും സഹോദരന്മാർ, അവരുടെ വഴി സ്വീകരിച്ചിട്ടുള്ള സച്ചരിതരായ അല്ലേ സ്വാലിഹീങ്ങളും മുഹ്സിനീങ്ങളുമായ മഹാന്മാർ, അവരൊക്കെയാണ് ഉലൈക. ഉലൈക അല്ലദീന ഹദല്ലാഹ് അവരാണ് വഴി ലഭിച്ചവർ, അല്ലെങ്കിൽ അള്ളാഹു വഴി കാണിച്ചു കൊടുത്തവർ. ഫബിഹുദാഹു മുഖ്തദി അവരുടെ വഴി താങ്കളും പിൻപറ്റുക. ഇതാണ് ആശയം, വ്യക്തമാണ്. ഇവിടെ ഫബിഹുദാഹും അവരുടെ ഹുദ എന്നൊരു പ്രയോഗം. 88-ാമത്തെ ആയത്തിൽ ദാലിക ഹുദ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഹുദ, ഹുദ നൽകുന്നവൻ അള്ളാഹുവാണ്. ഇവിടെ പ്രവാചകന്മാരിലേക്കും പുണ്യപുരുഷന്മാരിലേക്കും ഒക്കെ ചേർത്തു പറഞ്ഞു. ഈ പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും മഹാന്മാരും എന്ന് പറഞ്ഞത് ആതൈനാഹുമുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഇവർ അവരുടെ ഹുദ എന്ന് പറഞ്ഞാൽ? ഹുദയുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അത് സാധാരണ നമ്മൾ ഭാഷയെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. അത് നമ്മൾ പറയാറില്ല, എൻ്റെ പള്ളിയാണ്, അത് എൻ്റെ ഓഫീസാണ്. എൻ്റെ ഓഫീസായിട്ടല്ലല്ലോ അത്, അതിൻ്റെ ഉടമസ്ഥൻ ഗവൺമെൻറ്റാണ് അല്ലേ. നമ്മളെ പള്ളി എൻ്റെ പള്ളിയാണ്. യഥാർത്ഥത്തിൽ പള്ളി ആരുടെയാണ്? അല്ലെങ്കിൽ ഞങ്ങളെ പള്ളിയാണ്. ആരുടെ പള്ളിയാണ്? അള്ളാഹിൻ്റെ പള്ളിയാണ്. വ അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഉണ്ടോ? പള്ളി ആരുടെ? അള്ളാഹിൻ്റെ. എന്നാലും നമ്മൾ പറയും നമ്മുടെ പള്ളിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളിയാണ്. അതങ്ങനെ ഒരു പ്രയോഗമാണ്. എൻ്റെ ഓഫീസാണ്, എൻ്റെ വീടാണ്. വീടുടമ ഉപ്പയായിരിക്കും, അതായത് മക്കൾ പറയും എൻ്റെ വീട്. ഭാര്യയുടെ വീടായിരിക്കും, ഭർത്താവ് പറയും എൻ്റെ വീട്. അതൊക്കെ സ്വാഭാവികമായുള്ളൊരു പ്രയോഗം. അതേമാതിരിയാണ് ഫബിഹുദാഹു മുഖ്തദി. ഫബിഹുദാഹും അവരുടെ ഹുദ കൊണ്ട്, അഥവാ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ മാർഗദർശനത്തിലൂടെ അവർ സ്വീകരിക്കുകയും അവർ പ്രചരിപ്പിക്കുകയും അവർ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന ആ ഹുദ, അത് ഇഖ്തദി താങ്കൾ, ഇഖ്തദ
കുതുവത്ത് എന്നുള്ളതിനുണ്ടായത്. കുതുവത്ത് പറഞ്ഞാൽ മാതൃക എന്നാണ് അതിൻ്റെ അർത്ഥം. മാതൃക. ആ മാതൃക താങ്കളും പിൻപറ്റുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക, താങ്കൾ ഇവരുടെ ഈ നിലപാട് കണ്ടിട്ട് ഒട്ടും അതിൽ സങ്കടപ്പെടേണ്ടതും വിഷമിക്കേണ്ടതൊന്നുമില്ല. ഇത് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഹുദയാണ്. ആ ഹുദയാണ് താങ്കൾ പിൻപറ്റേണ്ടത്. അവരുടെ വലിയ സമ്മർദ്ദങ്ങളുണ്ട് പ്രവാചകനെ അവരുടെ പാട്ടിലേക്ക് കൊണ്ടുവരാൻ, അവരുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ, പ്രവാചകനെ അദ്ദേഹം നിലകൊള്ളുന്ന ഹിദായത്തിൽ നിന്ന് തെറ്റിക്കാൻ. അതൊന്നും താങ്കൾ പരിഗണിക്കേണ്ടതില്ല. താങ്കൾ ചെയ്യേണ്ടത് താങ്കളുടെ പൂർവികരായ പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും സ്വീകരിച്ചിരുന്ന അതേ ഹുദയുമായി മുന്നേറുക. അതാണ് ഫബി ഹുദാഹു മുഖ്തദി. ഖുൽ, പിന്നെ താങ്കൾ പ്രഖ്യാപിക്കണം, ലാ അസ്അലുക്കും അലൈഹി അജ്റ, ലാ അസ്അലുക്കും അലൈഹി അജ്റ, ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും, ഉജ്റ നമ്മൾ മുമ്പ് പഠിച്ച വാക്കാണ് ഉജ്റ. ടാക്സിക്കാരനൊക്കെ വിദേശത്ത് ഉജ്റ അല്ലേ, അങ്ങനെയല്ലേ പറയുക? അങ്ങനെ ബോർഡ് കണ്ടിരിക്കണം, കാർമലൊക്കെ എഴുതി വെച്ച് ഉജ്റ, വാടക കൊടുക്കണേ എന്നുള്ള അർത്ഥം. ഉജ്റ വാടകക്കൊക്കെ അതാ പറയും. അതിൽ നിന്നുണ്ടായ വാക്കിനാണ് അജ്ർ, പ്രതിഫലം. ഇതെല്ലാ പ്രവാചകന്മാരും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഒരു പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരിൽ നിന്നും ഒരു കാശ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ, ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് അധികാരം, ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടല്ല ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതെല്ലാ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞതായിട്ട്, ഹൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞതായിട്ടൊക്കെ സൂറത്ത് ഹൂദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സൂറത്ത് ഹൂദിൽ, സൂറത്ത് യൂനുസിലൊക്കെ ആ വിഷയം വന്നിട്ടുണ്ട്. സൂറത്ത് യാസീൻ നമ്മൾ ഓതുമ്പോൾ തന്നെ ഈസാ നബി അലൈഹി സ്വലാമയുടെ ദൂതന്മാരെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ, വളറിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയതി ഇദ് ജാഅഹുൽ മുർസലൂൻ എന്ന് പറഞ്ഞുകൊണ്ട് 3 ദൂതന്മാരാ ജനങ്ങളിലേക്ക് അന്താക്കിയ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ചെന്നിട്ട് അവിടെ ദൗത്യം ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ, അവരെ നിഷേധിക്കുമ്പോൾ, ഒരാൾ വജാഅ മിൻ നഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, ഒരു മനുഷ്യൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, അല്ല ജനങ്ങളെ, നിങ്ങൾ ഈ ദൂതന്മാരെ പിൻപറ്റൂ, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ, നിങ്ങൾ പിൻപറ്റുന്നത് ആരെയാണ്? നിങ്ങളുടെ പ്രയാസ കഷ്ടപ്പെടുത്തലുകൾക്ക്, പീഡിപ്പിക്കലുകൾക്കൊക്കെ വിധേയരാകുന്ന ഈ മനുഷ്യർ നിങ്ങളോട് ഒരു കൂലി ചോദിച്ചിട്ടില്ലല്ലോ. വഹും മുഹ്തദൂൻ, അവരാകട്ടെ വളരെ മാതൃകാപരമായി ജീവിക്കുന്ന, സന്മാർഗം സ്വീകരിച്ചിരിക്കുന്ന മഹാന്മാരാണ്. ഇപ്പോൾ 2 യോഗ്യതയാണ് അവർക്കുള്ളത്. ഒന്ന്, ഇത്രയൊക്കെ കഷ്ടപ്പാടും പ്രയാസവും അവർ ഈ മാർഗത്തിൽ അനുഭവിച്ചിട്ടും ആരിൽ നിന്നും ഒരു പ്രതിഫലവും ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത് ദുന്യവിയായ നേട്ടത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ 1000 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ടാണ്, അല്ല. അതോടൊപ്പം അവരേറ്റവും പറഞ്ഞത് മാതിരി ജീവിക്കുന്ന ആൾക്കാരാണ്. വഹും മുഹ്തദൂന. അപ്പോൾ ഇത് വലിയ ഒരു വിഷയമാണ്. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ, എല്ലാ പ്രബോധകന്മാരും ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. ഏത്? അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം പറ്റാതിരിക്കുക എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ. ഇൻ ഹുവ, ഇതല്ല, ഇല്ലാ ദിക്റ അല്ലാതെ. ഏതാണ് ഈ ഇൻ ഹുവ എന്ന? ഖുർആൻ. ഈ ഖുർആൻ, അതാണ് ഇൻ ഹുവ, ഇതല്ല. ഇല്ലാ ദിക്റ, ഒരു ദിക്റ അല്ലാതെ, ഒരു ഓർമ്മപ്പെടുത്തൽ. അതാണ് നമ്മൾ അനുസ്മരണം. ദിക്റ, തദ്കീർ, തദ്കിറ, ഈ 4 പദങ്ങളും ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് ഖുർആൻ്റെ പര്യായമായിട്ട്. ദിക്ർ, ഇൻ ഹുവ ഇല്ലാ ദിക്റ, ഇന്നാ നഹ്നു നസ്സൽന അലൈക ദിക്റ, ദിക്ർ, ദിക്ർ, ഇന്ന ഹാദിഹി തദ്കിറ, തദ്കിറ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തദ്കീർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. തദ്കീർ, തദ്കിറ, ദിക്ർ, ദിക്റ, ഇതൊക്കെ ദിക്റിൽ നിന്നുണ്ടായ പദങ്ങൾ തന്നെ. അപ്പോൾ ഇതൊരു ദിക്റ അല്ലാതെ മറ്റൊന്നുമല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്തിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്? ഈ പാത പിന്തുടർന്നുകൊണ്ടായിരുന്നു പൂർവികരായ പ്രവാചകന്മാരൊക്കെയും ജീവിച്ചിരുന്നതും പ്രബോധനം ചെയ്തിരുന്നതും. അതാണ് ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ അനുസ്മരണം എന്ന്. ഉത്ബോധനം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യർ
പ്രത്യേകിച്ചും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്കുനേരെയുള്ള അഭിസംബോധിതരായിരുന്ന അറബികൾ ജീവിച്ചു കൊണ്ടിരുന്ന നിലപാടുകൾ, അവരുടെ ഇടപാടുകൾ, അവരുടെ ജീവിത രീതി, അവരുടെ ജീവിത ദർശനം, ഇതൊന്നും ശരിയല്ല. അതൊക്കെ തെറ്റായ വഴിയാണ്. ശരിയായ പാത ഈ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്ന, സ്വർഗത്തിലേക്ക് വിളിക്കുന്ന, നരകത്തിൽ നിന്ന് മുക്തി നൽകുന്ന ഇതേ വഴിയാണ്. അതാണ് അവരെ ഉത്ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓർമ്മപ്പെടുത്തലുണ്ട്, ഉത്ബോധനവുമുണ്ട്. ഇൻ ഹുവ ഇല്ലാ ദിക്റ ലിൽ ആലമീന. ഇത് അറബികൾക്ക് മാത്രമല്ല. പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധിതർ അവിടെ അറബികളായിരുന്നെങ്കിൽ ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ പ്രബോധിതരാണ്, പ്രവാചകൻ്റെ പ്രബോധിതരാണ്, ഖുർആനിൻ്റെ അഭിസംബോധിതരാണ്. അതാണ് ഇൻ ഹുവ ഇല്ലാ ദിക്റ ലിൽ ആലമീൻ, ലോകത്തിന്. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉലൈക അല്ലദീന ഹദല്ലാഹ്, അവരൊക്കെയാണ് അള്ളാഹു സന്മാർഗത്തിലാക്കിയവർ, നിർമാർഗത്തിലാക്കിയവർ. ഫബിഹുദാഹും, അവരുടെ വഴി കൊണ്ട്, അവരുടെ നിർമാർഗം കൊണ്ട്, ഇഖ്തദി, താങ്കൾ അതിനെ പിൻപറ്റുക, അതിനെ മാതൃകയായി സ്വീകരിക്കുക. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ലെന്ന് താങ്കൾ പ്രഖ്യാപിക്കുക. ഇൻ ഹുവ ഇല്ലാ ദിക്റ ലിൽ ആലമീൻ, ഇത് ലോകത്തിനുള്ള ഒരു അനുസ്മരണവും, ലോകർക്കുള്ള ഒരു അനുസ്മരണവും ഉത്ബോധനവും അല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റായ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ എന്നും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അത് മനസ്സിലാക്കുവാനും അത് അതനുസരിച്ച് ജീവിക്കുവാനും അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും പ്രയോഗവൽക്കരിക്കുവാനുമുള്ള തൗഫീഖ് നാഥൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റഷദാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.